നാടും നഗരവും ഓണത്തിമിർപ്പിൽ മുങ്ങുമ്പോൾ ആരോരുമില്ലാതെ തെരുവിൽ അലയുന്നവർക്ക് ഓണസദ്യ നൽകി മാതൃക കാട്ടുകയാണ് ഒരു നിയമ വിദ്യാർത്ഥിയും അമ്മയും. തിരുവനന്തപുരം നഗരത്തിലാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ സഹായത്താൽ കാരുണ്യത്തിന്റെ ഓണവിരുന്ന് ഒരുക്കിയത്. തലചായ്ക്കാൻ ഇടമോ ബന്ധുക്കളോ ഇല്ലാതെ തെരുവിൽ കഴിയുന്ന 30ഓളം പേർക്കാണ് അശ്വതി നായരും അമ്മ വിജയകുമാരിയും ചേർന്ന് ഓണസദ്യ നൽകിയത്. ഓരോരുത്തരെയും തെരുവോരങ്ങളിൽ നിന്ന് ഇവർ ഓട്ടോറിക്ഷകളിൽ എത്തിക്കുകയായിരുന്നു. കിഴക്കേക്കോട്ടയിലെ ചിത്തിരതിരുനാൾ പാർക്കിന്റെ മൂലയിലൊരുക്കിയ പന്തലിൽ സന്തോഷത്താൽ നിറകണ്ണുകളോടെയാണ് ഇവർ ഓണമുണ്ടത്. എനിക്ക് വലിയ സന്തോഷം. ഇതുപോലെ സന്തോഷം ഇല്ല. എൻ്റെ ജീവിതത്തിൽ ആരും ചെയ്യാറില്ലാത്ത കാര്യമാണ്. നല്ലൊരു കാര്യം. ആരും ഇല്ലാത്ത അനാഥകളായി റോഡിൽ കിടക്കുന്നവരാണ് നമ്മൾ. 26 വർഷം കൊണ്ട് റോഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ്. തെരുവിന്റെ മക്കളായ അയ്യപ്പൻ നായർക്കും ബാലകൃഷ്ണനും വിലാസിനിക്കുമൊക്കെ അശ്വതി സ്വന്തം മകളാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി തെരുവുകളിൽ മുടങ്ങാതെ ഇവർക്ക് അശ്വതി ഉച്ചഭക്ഷണം എത്തിക്കുന്നു. ദിവസവും നമ്മളെ കാപ്പാറ്റുന്നത് ഈ പിഞ്ച് പൈതക്കളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരിക്കുകയാണ്. തിരുവനന്തപുരം ലാ അക്കാദമിയിലെ 2ാം വർഷ നിയമവിദ്യാർത്ഥിയാണ് അശ്വതി നായർ. ശിഷ്യയ്ക്ക് പിന്തുണയുമായി കോളേജ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരും ജനപ്രതിനിധി പുഷ്പലതയും പിന്നെ ഫേസ്ബുക്ക് കൂട്ടുകാരും എത്തിയിരുന്നു. കാര്യം ഇത് ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ധാരാളം പൈസയുള്ള ആൾക്കാരുണ്ടല്ലോ നമുക്ക് ചുറ്റും സമൂഹത്തിൽ. ചെറിയ കോൺട്രിബ്യൂഷൻസ് എനിക്ക് തോന്നുന്നു. അശ്വതി മെഡിക്കൽ റെപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരിയും സിസ്റ്ററും. ആ പൈസയുടെ ഒരു ഭാഗം എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കമ്മ്യൂണിറ്റീസ്. എനിക്ക് ശരിക്കും അഭിമാനിക്കാനുള്ള കാര്യമാണ്. ഓണസദ്യയുമുണ്ട് ഓണക്കോടിയും സ്വീകരിച്ചാണ് തെരുവുകളിലേക്ക് ഇവർ മടങ്ങിയത്. അശ്വതിക്കും കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇവരെ പാർപ്പിക്കാൻ ഒരു കൂടാരമെന്നതാണ് അശ്വതിയുടെ സ്വപ്നം. തെരുവിന്റെ മക്കൾക്ക് അശ്വതി പകർന്നത് കാരുണ്യത്തിന്റെയും കനിവിന്റെയും ഓണമാണ്. മറ്റുള്ളവർക്ക് ഇത് മാതൃകയാക്കാം. ക്യാമറമാൻ ജോസിനൊപ്പം ദീപു കല്ലിയൂർ, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. നാടും നഗരവും ഓണത്തിമിർപ്പിൽ മുങ്ങുമ്പോൾ ആരോരുമില്ലാതെ തെരുവിൽ അലയുന്നവർക്ക് ഓണസദ്യ നൽകി മാതൃക കാട്ടുകയാണ് ഒരു നിയമ വിദ്യാർത്ഥിയും അമ്മയും. തിരുവനന്തപുരം നഗരത്തിലാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ സഹായത്താൽ കാരുണ്യത്തിന്റെ ഓണവിരുന്ന് ഒരുക്കിയത്. തലചായ്ക്കാൻ ഇടമോ ബന്ധുക്കളോ ഇല്ലാതെ തെരുവിൽ കഴിയുന്ന 30ഓളം പേർക്കാണ് അശ്വതി നായരും അമ്മ വിജയകുമാരിയും ചേർന്ന് ഓണസദ്യ നൽകിയത്. ഓരോരുത്തരെയും തെരുവോരങ്ങളിൽ നിന്ന് ഇവർ ഓട്ടോറിക്ഷകളിൽ എത്തിക്കുകയായിരുന്നു. കിഴക്കേക്കോട്ടയിലെ ചിത്തിരതിരുനാൾ പാർക്കിന്റെ മൂലയിലൊരുക്കിയ പന്തലിൽ സന്തോഷത്താൽ നിറകണ്ണുകളോടെയാണ് ഇവർ ഓണമുണ്ടത്. എനിക്ക് വലിയ സന്തോഷം. ഇതുപോലെ സന്തോഷം ഇല്ല. എൻ്റെ ജീവിതത്തിൽ ആരും ചെയ്യാറില്ലാത്ത കാര്യമാണ്. നല്ലൊരു കാര്യം. ആരും ഇല്ലാത്ത അനാഥകളായി റോഡിൽ കിടക്കുന്നവരാണ് നമ്മൾ. 26 വർഷം കൊണ്ട് റോഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ്. തെരുവിന്റെ മക്കളായ അയ്യപ്പൻ നായർക്കും ബാലകൃഷ്ണനും വിലാസിനിക്കുമൊക്കെ അശ്വതി സ്വന്തം മകളാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി തെരുവുകളിൽ മുടങ്ങാതെ ഇവർക്ക് അശ്വതി ഉച്ചഭക്ഷണം എത്തിക്കുന്നു. ദിവസവും നമ്മളെ കാപ്പാറ്റുന്നത് ഈ പിഞ്ച് പൈതക്കളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരിക്കുകയാണ്. തിരുവനന്തപുരം ലാ അക്കാദമിയിലെ 2ാം വർഷ നിയമവിദ്യാർത്ഥിയാണ് അശ്വതി നായർ. ശിഷ്യയ്ക്ക് പിന്തുണയുമായി കോളേജ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരും ജനപ്രതിനിധി പുഷ്പലതയും പിന്നെ ഫേസ്ബുക്ക് കൂട്ടുകാരും എത്തിയിരുന്നു. കാര്യം ഇത് ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ധാരാളം പൈസയുള്ള ആൾക്കാരുണ്ടല്ലോ നമുക്ക് ചുറ്റും സമൂഹത്തിൽ. ചെറിയ കോൺട്രിബ്യൂഷൻസ് എനിക്ക് തോന്നുന്നു. അശ്വതി മെഡിക്കൽ റെപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരിയും സിസ്റ്ററും. ആ പൈസയുടെ ഒരു ഭാഗം എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കമ്മ്യൂണിറ്റീസ്. എനിക്ക് ശരിക്കും അഭിമാനിക്കാനുള്ള കാര്യമാണ്. ഓണസദ്യയുമുണ്ട് ഓണക്കോടിയും സ്വീകരിച്ചാണ് തെരുവുകളിലേക്ക് ഇവർ മടങ്ങിയത്. അശ്വതിക്കും കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇവരെ പാർപ്പിക്കാൻ ഒരു കൂടാരമെന്നതാണ് അശ്വതിയുടെ സ്വപ്നം. തെരുവിന്റെ മക്കൾക്ക് അശ്വതി പകർന്നത് കാരുണ്യത്തിന്റെയും കനിവിന്റെയും ഓണമാണ്. മറ്റുള്ളവർക്ക് ഇത് മാതൃകയാക്കാം. ക്യാമറമാൻ ജോസിനൊപ്പം ദീപു കല്ലിയൂർ, സൂര്യ ന്യൂസ്.